ഫയറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫയർ വിശദമായി പരിശോധിക്കുന്ന ഓരോരോ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ വിഷയം, മഴക്കാലം കനത്തതോടെ വീണ്ടും നിപ ഭീതിയിൽ നാട്. രോഗം സ്ഥിരീകരിച്ചയാൾ ഗുരുതരാവസ്ഥയിൽ. നിപ്പയ്ക്കൊപ്പം ഷിഗല്ലയും പടരുന്നു. ഈ പനിക്കാലം കടുക്കുമോ എന്നുള്ളതാണ്. ഇനി രണ്ടാം വിഷയം, ലോകം കാൽപന്തിലേക്ക് ചുരുങ്ങുന്ന നാളുകളിലേക്ക് കടക്കുന്നു. ഫുട്ബോൾ ആരാധകരുടെ ഉറക്കമില്ലാത്ത ഉത്സവകാലത്തിന് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടനം കൊഴുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി മൂന്നാം വിഷയം, തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള CPIM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 തിരുത്തൽ വരുത്തിയത് സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം. തിരുത്തി ഒടുവിൽ എന്താകും എന്നുള്ളതാണ്. ഇനി നാലാം വിഷയം, താരസംഘടനയിലെ പൊട്ടിത്തെറി അടുത്ത തലത്തിലേക്ക്. മാധ്യമങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞതിന് അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. അൻസിബ പറയണമെന്ന് അമ്മ. അഞ്ചാം വിഷയം, ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട കപ്പലിൽ നിന്ന് കാണാതായ 3 ഇന്ത്യക്കാരുടെ മരണം സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ. യുദ്ധക്കെടുതിയിൽ ഇരകളായി 3 ഇന്ത്യക്കാരും. നിപ സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതയാണ്. രോഗം സ്ഥിരീകരിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗവ്യാപനവും മരണവും ഉണ്ടാകില്ലെന്നും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. അതിനിടെ വയനാടിന് പുറമെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഷിഗല്ലയും കൂടി സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ടോം വിൽസൺ നമുക്കൊപ്പം ചേരുകയാണ്. ഒരുപാട് ആശങ്കകൾക്ക് അദ്ദേഹം ഈ ഒരു സമയത്ത് നമ്മളോട് മറുപടി നൽകുകയും ചെയ്യും. അപ്പോൾ ഡോക്ടറിലേക്ക് നമുക്ക് കടക്കാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളൊക്കെ വളരെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നിപ്പ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി നമ്മൾ കേൾക്കുന്നതും അതിൻ്റെ ഭീതി എത്രമാത്രമാണ് എന്നൊക്കെ അറിയുന്നതും അതിൻ്റെ ഏത് രീതിയിലാണ് അതിൻ്റെ ക്വാറന്റൈൻ നടപടികൾ അടക്കം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിനൊപ്പം ഇപ്പോൾ ഷിഗല്ല കൂടി ഇത്തരത്തിൽ വലിയ തരത്തിൽ വ്യാപിക്കുകയാണ്. ഒരു അസാധാരണ സാഹചര്യം ആണോ ഈ വർഷം നിലനിൽക്കുന്നത് ഡോക്ടർ? നിപ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നിപ്പ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്താണ് ഇപ്പൊ നിപ്പ വന്നിരിക്കുന്നത്. കുറച്ച് വൈകിപ്പോയി. ഏപ്രിൽ മെയിലെ കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ജൂൺ തുടക്കത്തിൽ തന്നെ നമുക്കത് കിട്ടി. നിപ്പ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഷിഗല്ലന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷിഗല്ല ഒരു വെള്ളത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും പകർന്ന ഒരു അസുഖമാണ്. പക്ഷെ ഷിഗല്ല മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ നാട്ടില് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, കോളറ വന്നിട്ടുണ്ട്. നമ്മള് വളരെ സന്തോഷത്തിലാണ്. പോളിയോ ഇപ്പൊ ഇല്ലാന്ന്. പോളിയോ നമ്മള് ഇറാഡിക്കേറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. പോളിയോ വരേണ്ട വഴി കൂടെയാണ് നമുക്ക് ഷിഗല്ലയും മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് A ആണെങ്കിലും വരാൻ സാധ്യത ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് A ഒരു സമയത്ത് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം മാറി അത് ഷിഗല്ലയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാം. നമ്മുടെ എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് എത്രമാത്രം ജാഗ്രത ഉണ്ട് അല്ലെങ്കിൽ ജാഗ്രത കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഇപ്പം മഞ്ഞപ്പിത്തത്തിന്റെ ഒരു ഇഷ്യൂ ആണെങ്കിലും ഷിഗല്ലന്റെ പ്രശ്നമാണെങ്കിലും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗ്യാസിന്റെ കുറവുണ്ട്. ഗ്യാസ് LPG കിട്ടാനുള്ള ഒരു ക്ഷാമമുണ്ട്. അതുകൊണ്ട് വെള്ളം എത്രമാത്രം നമ്മൾ ചൂടാക്കി യൂസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ കുറെ സംശയങ്ങളുണ്ട്. അതും ഒരു കാരണമാവാം ഷിഗല്ല പോലത്തെ അസുഖങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും തോതിൽ വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അതൊരു ഘട്ടമാവാം. നിപ്പേന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇതുവരെ നമുക്ക് നിപ്പ എങ്ങനെയാണ് വവ്വാലിൽ നിന്ന് മനുഷ്യനിലേക്ക് വരുന്നതെന്ന് അത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനു മുന്നേ ഇന്തോനേഷ്യ, സിംഗപ്പൂരിലൊക്കെ നമുക്കറിയാം, പന്നിയിൽ നിന്നും വവ്വാലിൽ നിന്ന് പന്നിയിലേക്കും പന്നിയിൽ നിന്ന് പിന്നെ മനുഷ്യനിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശിലൊക്കെ അത് പനങ്ങൾ വഴി മനുഷ്യനിലേക്ക് വരികയും പിന്നെ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് ഇൻഫെക്ഷൻ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇതുവരെ നമുക്ക് ആ വഴി നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വവ്വാലിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ട്. അവിടെയൊക്കെ മനുഷ്യന്റെ ഒരു പ്രസൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. സംശയം എന്ന് വെച്ചാൽ വൈറസ് തന്നെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വൈറസിന്റെ ഏതെങ്കിലും പാർട്ടിക്കിൾ മതിയോ നമുക്ക്
ഇൻഫെക്ഷൻ കിട്ടാൻ ഇതൊക്കെ കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി കിട്ടേണ്ടതാണ്. അതാണ് ഡോക്ടർ, ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ ഇത്തരത്തിൽ നിപ്പ സ്ഥിരമായിട്ട് നമ്മുടെ കേരളത്തിൽ പലയിടത്ത്, പ്രത്യേകിച്ചും കോഴിക്കോട് ഭാഗത്തൊക്കെ പല ആളുകളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നമുക്ക് ജനങ്ങൾക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കാൻ സാധിക്കും? ഇപ്പോൾ ആരോഗ്യവകുപ്പ് അതിനൊക്കെ സജ്ജമാണ്, ഇതിനൊക്കെ നേരിടാൻ സജ്ജമാണ് എന്നിരിക്കെ ജനങ്ങൾക്ക് ഓരോ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? 2018 നിപ്പ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കി എടുത്തതെന്ന് വെച്ചാൽ നമ്മള് ഈ വവ്വാലിന്റെ എന്താ പറയുക, വവ്വാല് കടിച്ച പഴങ്ങളാവാം, അതുപോലത്തെ സാധനം കഴിച്ചുകൊണ്ടായിരിക്കണം ഇനീഷ്യലി നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിയെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പിക്കേണ്ടത്. ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരു കുറച്ചുകൂടി അലേർട്ട് ആയിരുന്നു. നമുക്ക് ഇങ്ങനത്തെ എന്താ പറയാ, വവ്വാൽ കടിച്ച ഇല്ലെങ്കിൽ സംശയമുള്ള പഴങ്ങളൊന്നും കഴിക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ ഒരു നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം മലപ്പുറത്തുള്ള ഒരു കഴിഞ്ഞ കൊല്ലം വന്ന കേസ് ആണെങ്കിലും നോക്കുമ്പോഴത്തേക്കും വവ്വാലിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തെ പുള്ളി പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ വ്യക്തി പോയിട്ടുള്ളൂ. അവിടെ നേരിട്ടുള്ള ഒരു സമ്പർക്കം ഒരിക്കലും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. കേരളത്തിന്റെ അതും ഒരു പ്രശ്നമാണ്. ഇപ്പൊ എന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പൊ ബാക്കി സ്ഥലങ്ങളിൽ, ബാക്കി രാജ്യങ്ങളിലൊക്കെ വന്ന പോലെ നമുക്ക് ആ വഴി അത്രയും പ്രോപ്പറായിട്ട് നമുക്ക് വ്യക്തമല്ല. അങ്ങനെ ഇരിക്കെ ആർക്കും നിപ്പ വരാമെന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കേരളത്തിലുള്ളത്. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പം എന്താ പറയാ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അഴുക്കായിട്ടുള്ള കൈ വെച്ചിട്ട് മൂക്കില് തൊടുക, വായില് തൊടുക, അല്ലെങ്കിൽ കണ്ണില് തൊടുക, ഇങ്ങനെയൊക്കെ നമുക്ക് പലതരമുള്ള വൈറസ് നമ്മുടെ കൂടെ ഉണ്ട്. അതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നൊക്കെ പറയാം. നിപ്പയും ഒരു നിപ്പ വൈറസ് ആണ്. അപ്പൊ അതും ഈ വഴിയിലൊക്കെ വരാം. പക്ഷെ അങ്ങനെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ആ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാണ്. വൈറസിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഇല്ല. പക്ഷെ വവ്വാലിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഇപ്പം ഷിഗല്ലന്റെ കാര്യം പറഞ്ഞു. അവിടെയും നമ്മൾ അഴുക്കുള്ള കൈ വെച്ച് ഭക്ഷണം പാകം ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാം. അതേപോലെ ഒരു പോസിബിലിറ്റി നമുക്ക് നിപ്പ വൈറസിലും പറയാം. പക്ഷെ അത്ര ഈസി അല്ല. കേരളത്തിൽ നിപ്പ ഒരാൾക്ക് കിട്ടുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. കൂടുതലും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് വൈറസ് ഈ വവ്വാലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അത് ചിലപ്പം മരത്തിന്റെ അടിയിലാവാം, ചിലപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്കും ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം ആവാം, ഗോഡൌൺ പോലത്തെ സ്ഥലങ്ങളാവാം, കാടുകളാവാം. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കാനും പിന്നെ അനാവശ്യമായിട്ട് നമ്മുടെ കൈകൾ വായിലേക്കും മൂക്കിലേക്കും കണ്ണിലേക്കും വെക്കാതിരിക്കാനാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ഈ ഒരു വൈറസിന്റെ ഒരു ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും. ഇനി ആരോഗ്യവകുപ്പിന്റെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണെന്ന് കൂടി വിശദീകരിക്കാം ഡോക്ടർ. അതായത് പ്രത്യേകിച്ചും ആശുപത്രികളും വിദഗ്ധരും ഇപ്പോൾ ഇതിനെ പരിപാലിക്കേണ്ട വിദഗ്ധരും ഒക്കെ എത്രമാത്രം സജ്ജമാണ്? മുൻകൂട്ടി തന്നെ ഇക്കാര്യത്തിലെല്ലാം നമ്മൾ സജ്ജരാണോ? അതുപോലെ തന്നെ രോഗം പടരാതിരിക്കാനുള്ള നടപടികൾ, അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ പൊതുജനങ്ങളിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്? അതിനൊക്കെ ഏത് മാധ്യമം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കാം. ഓക്കെ, 2018 ഒരു ഇവന്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്ത ഒരു രീതി. പക്ഷെ നമ്മളത് നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, വാർഡുകളൊക്കെ ഐസൊലേറ്റ് ചെയ്തു, പലരെയും ലൈൻ ലിസ്റ്റ് ചെയ്തു, കോൺടാക്ട് ട്രേസിംഗും ഒക്കെ നമ്മളത് ആ ഒരു സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ട്രേസിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഡിസീസിന്റെ ഇഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഒരു ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. 2018 കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും അലേർട്ടാണ്. ഒരു കേസ് വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ മിഷനറി ആണെങ്കിലും സ്റ്റേറ്റ് മിഷനറി ആണെങ്കിലും അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ പ്രവർത്തനത്തിലേക്ക് വരികയാണ്. അതിനിപ്പം അതില് സ്വകാര്യ മേഖലന്നോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിനോ ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് അങ്ങ് വരികയാണ്. ഇപ്രാവശ്യം അതുപോലെയുള്ള ഒരു സാഹചര്യമാണ്. വി ആർ ഓൾ പ്രിപ്പയർഡ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഈ ഒരു വ്യക്തി പോയ വഴികളൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ടാവും, പലയിടത്തും പോയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്, അതിന്റെയൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ള കോൺടാക്ട് ട്രേസിംഗും പിന്നെ റൂട്ട് മാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് ടു ഏർലി. അപ്പം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കൂടി വരാനുണ്ട്.
പക്ഷെ ഓൾറെഡി ഇതിപ്പം പുറമേക്കൊന്നും അറിയുന്നില്ലെങ്കിലും ഈ ഒരു സംഗതികളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നമ്മളും പലരും വിളിക്കുമ്പോഴത്തേക്കും അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ അഫക്ട് ചെയ്തിരിക്കുന്ന വാർഡാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അവിടെയൊക്കെ ഓൾറെഡി ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ട്, ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2018 പോലത്തെ ഒരു സാഹചര്യം വരാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. മറ്റൊരു കാര്യം, ഈ ക്വാറന്റൈൻ ആണ് ഇപ്പോൾ നിപ്പ രോഗികളൊക്കെ വരുമ്പോൾ ആദ്യമായി ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ അതിൽ സമ്പർക്കം വന്ന ആളുകൾക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ 2018 സാഹചര്യം എന്ന് പറഞ്ഞാൽ ക്വാറന്റൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ എന്തോ സംഭവമായിരുന്നു. പക്ഷേ പിന്നീട് കോവിഡ് വന്നു, നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്വാറന്റൈനിൽ പോയിട്ടുള്ള ആളുകളൊക്കെ കൂടിയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും, ഈ ഭയം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ജാഗ്രതയിലേക്ക് ജനങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇല്ലേ? അതെ അതെ അതെ. എന്താ വെച്ചാൽ കോവിഡ് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫ് ടൈമിൽ ചിന്തിക്കാത്ത രീതിയിൽ ജീവിക്കാനും പ്രശ്നങ്ങൾ മറികടക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം പബ്ലിക് ഹെൽത്തില് നമ്മൾ വായിച്ചിട്ടുള്ള 2 വാക്കുകളാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള 2 വാക്കാണ് ഐസൊലേഷനും ക്വാറന്റൈനും. സ്റ്റുഡൻസിനോടാണെങ്കിലും നമ്മുടെ ഇടയിലാണെങ്കിലും പല പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മളിത് ശരിക്കും പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കോവിഡ് ഇത് നമ്മുടെ എന്താ പറയാ കെയർ പ്രൊവൈഡേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ജനങ്ങളുടെ സൈഡിൽ നിന്നാണെങ്കിലും ഭയങ്കര ഒരു സഹകരണമാണ് നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന്റെ ബെനിഫിറ്റ്സും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോ ലോക്ക്ഡൌണോ അല്ലെങ്കിൽ ക്വാറന്റൈൻ ഐസൊലേഷനൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ജനങ്ങൾക്ക് അറിയാം അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലോക്ക്ഡൌൺ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വലിയൊരു തർക്കമാണെങ്കിലും നമുക്ക് ലോക്ക്ഡൌൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് കുറെ കാര്യങ്ങൾ, നമുക്ക് കൺട്രോളിലാണ്, പോപ്പുലേഷൻ മൂവ്മെന്റ് കൺട്രോളിലാണ്, ജനങ്ങൾ അങ്ങോട്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇത് നമ്മൾ നിപ്പ മാത്രമല്ല, ഇപ്പോൾ ഷിഗല്ല കൂടി ഇത്തരത്തിൽ വലിയ തരത്തിൽ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, വയനാട്ടിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ അത്തരത്തിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷിഗല്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള എത്രമാത്രം ജാഗ്രതയാണ് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ഒരു വില്ലൻ ആയിട്ടുള്ള രോഗം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു 2 വാക്ക് പറയാം. അതെ, ഇപ്പൊ ഷിഗല്ല ഇപ്പൊ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടും, റിസ്ക് നമുക്ക് കൂടുതലാണ്. പക്ഷെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി കേസസ് എന്ന് പറയും. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാൾക്ക് കിട്ടുക, പക്ഷെ വീട്ടിലുള്ളവർക്കും അതിന്റെ ഇൻഫെക്ഷൻ കിട്ടുക, അത് വലിയൊരു ചലഞ്ചാണ് നമുക്ക് എപ്പോഴും. എന്താ വെച്ചാൽ ഇപ്പം പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാണ്, വെള്ളം തിളപ്പിച്ച് കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെക്കണം. ആ രീതിയിലൊക്കെ ഒരു ഇൻഫർമേഷൻ പോകുമ്പോഴത്തേക്കും അത് പുറമേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് കടകളിലും അങ്ങനത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അവിടുന്ന് നമുക്കൊരു ഇൻഫെക്ഷൻ കിട്ടുമ്പോഴത്തേക്കും വീട്ടിലും അതേ സാഹചര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. വീട്ടിലുള്ളവർക്ക് ഒരു ഷിഗല്ല ഇൻഫെക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വീട്ടിലുള്ളവർക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലും ആ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു വൃത്തിന്റെ കാര്യത്തിലും ഹൈജീന്റെ കാര്യത്തിലും അവിടെ പ്രോബ്ലംസ് ഉണ്ട്. ഇത് ഇൻഡിവിജ്വൽ ലെവലിൽ തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കും. ശരി ഡോക്ടർ, എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതും ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുമാണ്. എന്തായാലും വളരെയധികം നന്ദി ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിനും ഇത്രയും വിലയേറിയ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിനും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി വിഭാഗം വിദഗ്ധനാണ് ഡോക്ടർ ടോം വിൽസൺ. വളരെയധികം നന്ദി.